ജനുവരി 26 വിശുദ്ധ തിമോത്തിയും വിശുദ്ധ ടൈറ്റസും ബിഷപ്പുമാർ. അപ്പസ്തോലനായ പൗലോസിൻ്റെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മാധുര്യഫലങ്ങളാണ്, വിശ്വസ്ത ശിഷ്യരാണ്, ആദ്യകാല സഭയിലെ ശക്തരായ ബിഷപ്പുമാരാണ് വിശുദ്ധ തിമോത്തിയോസും വിശുദ്ധ തീത്തോസും. വിശുദ്ധ തിമോത്തിയുടെ ജീവിതകാലം AD 1 മുതൽ 96 വർഷം വരെയാണ്. എഫേസോസിലെ സഭയുടെ മെത്രാനായി പൗലോസ് അപ്പസ്തോലൻ അഭിഷേകം ചെയ്തു. ആന്തരിക അവയവങ്ങളുടെയും ഉദരരോഗങ്ങളുടെയും സൗഖ്യദാതാവായ മധ്യസ്ഥനാണ് തിമോത്തിയോസ്. AD 17 മുതൽ 97 വരെയാണ് തീത്തോസിൻ്റെ ജീവിതകാലം. ക്രറ്റയിലെ സഭയുടെ ബിഷപ്പായി വിശുദ്ധ പൗലോസ് അപ്പസ്തോലനാൽ നിയോഗിക്കപ്പെട്ടു. 2 വിശുദ്ധരെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വിശുദ്ധ തീമോത്തിയോസ്. പൗലോസ് ലീഹായുടെ ശിഷ്യനായ തീമോത്തിയോസ് ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന സ്ഥലത്ത് ജനിച്ചു. ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നാണ് തീമോത്തിയോസ് എന്ന പേരിൻ്റെ അർത്ഥം. അമ്മ ഒരു യഹൂദ സ്ത്രീയും അപ്പൻ ഒരു വിജാതീയനുമായിരുന്നതുകൊണ്ട് യഹൂദാചാരമനുസരിച്ച് തീമോത്തിയോസ് പരിച്ഛേദനം സ്വീകരിച്ചില്ല. പൗലോസ് ലീഹ ലിസ്ത്രയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ യുവാവായിരുന്ന തീമോത്തിയോസും അമ്മയും അമ്മാമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. 7 വർഷം കഴിഞ്ഞ് പൗലോസ് വീണ്ടും ലിസ്ത്ര സന്ദർശിച്ചപ്പോൾ തീമോത്തിയോസ് തപോനിഷ്ഠനും സൽസ്വഭാവിയുമായിട്ടാണ് പരിസരങ്ങളിൽ അറിയപ്പെട്ടിരുന്നതെന്ന് പൗലോസ് ലീഹായ്ക്ക് മനസ്സിലായി. സർവദാ സംപ്രീതനായ പൗലോസ് തീമോത്തിയോസിന് പുരോഹിത സ്ഥാനത്തിനുള്ള അഭിഷേകം നൽകി. അന്നു മുതൽ അദ്ദേഹം പൗലോസിൻ്റെ ഒരു സന്തത സഹചാരിയും വിശ്വസ്ത പ്രവർത്തകനുമായി. സ്വന്തം കാര്യമന്വേഷിക്കാതെ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിക്കൊണ്ട് തീമോത്തിയോസ് പിതാവിനോടെന്ന പോലെ പൗലോസിനോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഫിലിപ്പി 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസിനോടുകൂടെ തീമോത്തിയോസ് ഗ്രീസും ഏഷ്യ മൈനറിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചു. സ്ലീഹായുടെ ഒരു സന്ദേശവാഹകനായി പ്രവർത്തിച്ചിട്ടുള്ളതിന് പുറമെ ചില സഭകളുടെ മന്ദഭക്തിക്ക് പ്രതിവിധിയുണ്ടാക്കുവാൻ സ്ലീഹായുടെ നിർദ്ദേശപ്രകാരം തീമോത്തിയോസ് അത്യന്തം യത്നിച്ചിട്ടുണ്ട്. പിന്നീട് സ്ലീഹ തീമോത്തിയോസിനെ എഫേസോസിലെ മെത്രാനായി നിയമിച്ചു. അങ്ങനെ എഫേസോസിൽ മെത്രാനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ലീഹായുടെ 2 ലേഖനങ്ങൾ ലഭിച്ചത്. പൗലോസ് ലീഹ തീമോത്തിയോസിന് നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നതാണ്. അത് ദൈവനിവേശിതമാകിയാൽ വിശ്വാസികളെ പഠിപ്പിക്കാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പസ്തോലൻ തീമോത്തിയോസിനെ ധരിപ്പിച്ചു. 97-ാം ആണ്ടിൽ സ്ലീഹായുടെ ഈ വിശ്വസ്തദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി. നാം ഈശോയോടുകൂടെ മരിച്ചാൽ അവിടുത്തോടുകൂടെ ജീവിക്കും, അവിടുത്തോടുകൂടി സഹിച്ചാൽ അവിടുത്തോടുകൂടെ വാഴും. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് വിശുദ്ധ തീത്തോസിനെ കുറിച്ച് മനസ്സിലാക്കാം. പൗലോസ് ലീഹായുടെ ഒരു പ്രിയ സ്നേഹിതനും സഹപ്രേഷിതനുമായാണ് തീത്തോസിനെ ബൈബിളിൽ നാം കാണുന്നത്. അന്ത്യോക്യയിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്കുകാരനാണ് അദ്ദേഹം. വിജാതീയനായ തീത്തോസിനോടും സ്ലീഹ പരിച്ഛേദനം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. ജെറുസലേം കൗൺസിലിൽ പങ്കെടുക്കുന്നതിന് പൗലോസ് തന്നോടൊത്ത് തീത്തോസിനെ കൊണ്ടുവന്നിരുന്നു. നാം പങ്കുചേരുന്ന വിശ്വാസത്തിലുള്ള യഥാർത്ഥ സന്താനമെന്നാണ് തീത്തോസിനെ പൗലോസ് വിശേഷിപ്പിക്കുന്നത്. ഒരു സമാധാന പാലകനും ഭരണകർത്താവുമായിട്ടാണ് തീത്തോസിനെ നാം കാണുന്നത്. പൗലോസും കോറിന്തോസിലെ സഭയുമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ തീത്തോസ് വിജയിച്ചു. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. 2 കോറിന്തോസ് 7-ാം അധ്യായം 6-ാമത്തെ വചനം. ഇത് പൗലോസിൻ്റെ സാക്ഷ്യമാണ്. കൊറിന്തോസുകാർക്കുള്ള ഈ ലേഖനത്തിൽ പൗലോസ് ലീഹ തീത്തോസിൻ്റെ മഹത്തായ സേവനങ്ങളെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നുണ്ട്. പൗലോസ് ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അദ്ദേഹം ക്രീറ്റ് എന്ന ദ്വീപിൽ സഭാഭരണം നടത്തിയെന്നാണ്. സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം 27 കൊല്ലം കഴിഞ്ഞ് തീത്തോസും രക്തസാക്ഷിത്വ മകുടം ചൂടിയെന്നാണ് പാരമ്പര്യം. നമുക്കെതിരായി യാതൊന്നും പറയാനില്ലാതെ എതിരാളികൾ ലജ്ജിക്കുന്നതിന് വേണ്ടി
സൽപ്രവർത്തികളിലും ഉപദേശത്തിലും സത്യസന്ധതയിലും പക്വതയിലും എന്ന് വേണ്ട സകലതിലും ഒരു മാതൃകയായിരിക്കുക. താങ്കളുടെ സംഭാഷണം നിർമ്മലവും നിരാക്ഷേപകരവുമായിരിക്കട്ടെ. തീത്തോസ് 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.